ഇത്രയും വലിയ ടാങ്കർ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഇതിന് പുള്ളി പറഞ്ഞ കീഴെ വീണു പോയി. വണ്ടി നമ്പർ എങ്ക ബാക്കിൽ നമ്പർ ഇല്ല. വെൽക്കം ബാക്ക് ഇൻ ഗൈസ്. രാവിലെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പോൾ 5:18 ചേട്ടാ. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് എന്ന് പറയണത് ഇഡ്ഡലിയുണ്ട്, ഇഡ്ഡലി പിന്നെ സാമ്പാർ പിന്നെ കട്ടൻ ചായ ചേട്ടാ. സൂപ്പർ. നല്ല പുളിപ്പുണ്ട് കേട്ടോ സാമ്പാർ, മല്ലിയില. എനിക്ക് ആദ്യം വെള്ളരിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു സാമ്പാറിൽ, കത്തിരിക്ക ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ എന്ത് കിട്ടിയാലും പോകും കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 7 to 2 വർക്ക് ചെയ്യാൻ പോകുന്നത് സൊമാറ്റോയിൽ. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് 70 സംതിങ് രൂപയാണ് ഇൻസെൻറ്റീവ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് അടിച്ചിട്ട് പോവാം. അപ്പോൾ നയാര പെട്രോൾ പമ്പിൽ നിന്ന് ഒരു പ്രാവശ്യം അടിച്ചു പോകാം കേട്ടോ. ഇതിനുമ്പോൾ അടിച്ചിട്ടുണ്ട്, മൈലേജ് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. നോക്കാം എന്തായാലും. അതെന്താ 5 രൂപ തന്നെ അടിച്ചാൽ. അപ്പോൾ ഇന്നത്തെ വിലയെന്ന് പറയുന്നത് 115 രൂപ 78 പൈസയാണ് കേട്ടോ. ഡെൻസിറ്റി 735. ഓ അല്ല, ക്യാഷ്. അപ്പം ഒരു പാലുകൊണ്ട് പറഞ്ഞ ടാങ്കർ കേട്ടോ. നമ്പറിനും കോപ്പൊന്നും ഇല്ല, പ്ലേറ്റൊന്നും ഇല്ല. അതിന് ഇത്രയും വലിയ വണ്ടി നമ്പർ പ്ലേറ്റില്ല ഓർഡർ സുഖമായിട്ട്. അടിപൊളി. അണ്ണാ നമ്പർ എവിടെ? വണ്ടി നമ്പർ എങ്ക ബാക്കിൽ നമ്പർ ഇല്ല. എന്നാണ് ഇത്? അത് അങ്ങനെ ഓടാമോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പോയാൽ എങ്ങനെ വണ്ടി തിരിച്ചറിയും? ഈടെ മുന്തിരിച്ചാൽ അത് എപ്പോഴും ശരി പണ്ണണോ? இல்லை எவ்வளோ பிரச்சனை ஆகும்னு தெரியுமா? ரொம்ப தப்பு இது. நீங்க யாரையும் இடிச்சுட்ட போயிட்டா எப்படி தெரியும் இந்த வண்டியானு? இது சரிதானே? உங்களுக்கு தோணுது சரியானே? ரொம்ப தப்பு கூடாது, ரொம்ப തപ്പ്. അപ്പം ഞാൻ പുള്ളിയോടെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വലിയ ടാങ്കർ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഇതിന് ഫിറ്റ്നസും പുള്ളി പറഞ്ഞ് കീഴെ വീണു പോയി. എന്തോ എനിക്കത് വിശ്വാസം പറഞ്ഞില്ല. പുള്ളി പറഞ്ഞ ലൈസൻസും കീഴെ വീണു പോയെന്നാണ് പറയണത്. നമുക്ക് അറിഞ്ഞൂടാ. നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഇത് കണ്ടല്ലേ, വെൽക്ക ടാങ്കറാണ്. പുള്ളിയിലെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവില്ലെന്ന് പറയുന്നില്ല. വെളുപ്പിനൊക്കെ ഉറക്കണിച്ച് പറഞ്ഞാണ്. പക്ഷേ നമ്പർ പ്ലേറ്റിൽ അറ്റ്ലീസ്റ്റ് നമ്പർ പ്ലേറ്റെങ്കിലും വേണ്ടേ ഒരു വണ്ടിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കും. സാധാരണ ഇങ്ങനെ വല്ല ചോദിക്കണമെന്നുണ്ടെങ്കിൽ തെറിയാണ് വിളിക്കുന്നത് ആൾക്കാർ. എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കാണുമ്പോൾ ചോദിച്ച് പോവും. അതാണ് സംഭവം. ചോദിച്ച് പോവും. ആരെങ്കിലും ഇടിച്ച് തള്ളിയിട്ട് ഇടിച്ചു പോയി എങ്ങനെ അറിയും? ആ കുടുംബത്തിന് ആ ഇൻഷുറൻസിന്റെ തുക പോലും കിട്ടണ്ടേ? നമ്പർ പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി രജിസ്റ്റർ ചെയ്യിക്കുന്ന എവിടെയാണെന്ന് അവരന്വേഷിച്ച്
പോയ കേസും ഒക്കെ നഷ്ടപരിഹാരം വാങ്ങിക്കും. നമ്മൾ അത്ര വിചാരിക്കണുള്ളൂ. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ട്രിവാൻഡ്രം ഇറ്റലി കമ്പനിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഓർഡർ എടുത്ത അവിടെ തന്നെ കേട്ടോ, രാവിലെ ഓർഡർ അടിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ച സമയം എന്ന് പറഞ്ഞാൽ 7:58 7:58. ഇപ്പൊ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്നലെ ഒരു തിരക്കില്ല, വിട്ടങ്ങ് പോവായിരുന്നു. ഇന്ന് ഭയങ്കര തിരക്ക് കേട്ടോ. ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡും റെഡി ആയി കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ എടുത്ത ഓർഡറാണ്, ഇഡ്ഡലി കമ്പനി. ഏകദേശം ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി സെറ്റാണ്, 2 സെറ്റ് കേട്ടോ. ഏകദേശം കൊടുക്കാനുള്ള കുന്നുകൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് 4.3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് കയറാനുള്ളത് കേട്ടോ. കാണാം. 33 രൂപ 78 പൈസയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ സംസം വയ്യന്മാരാണ് കേട്ടോ. രാവിലെ എല്ലാം ചെറിയ ചെറിയ ഓർഡറുകളാണ് അടിക്കുന്നത്. സംസം വയ്യന്മാരാണ്. അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ്. അപ്പം ഇവിടുന്ന് 2.2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 2.3 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. പ്ലാമൂട് സിഗ്നലിന് അവിടുന്ന് നേരെ പോയാൽ മതി കേട്ടോ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. സംസം വയ്യന്മാരാണ്. സംസം വയ്യന്മാരാണ്. ഞാൻ ഇന്നലെ ഇവിടെയാണ് ഓർഡർ അടിച്ചേട്ടൻ. ഞാൻ അപ്പുറത്ത് പോയി നോക്കിയില്ല. 7670 ഇടാ. ഏകദേശം ഐറ്റം എന്ന് പറയണത് സിംഗിൾ എഗ് കറി, കടലക്കറി, 6 അപ്പമാണ് കേട്ടോ. ഏകദേശം ഒറ്റ ടാക്കിന് എടുക്കാം. ക്യാമറ ചാർജ് ചെയ്യുന്നു കേട്ടോ. രാവിലെ പാണ്ടി അണ്ണൻ്റെ വീഡിയോ എടുത്ത് മൊത്തം ചാർജ് നോക്കി. ഏകദേശം കൊടുക്കാനുള്ള മുറിഞ്ഞ പാലമാണ് കേട്ടോ. മുറിഞ്ഞ പാലമാണ്, വെച്ചുവിടാം. അപ്പോൾ 3.2 കിലോമീറ്റർ ഉണ്ട്. ഇത് ഇവിടുത്തെ അമ്പലമാണ് കേട്ടോ, അയ്യപ്പൻ്റെ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പയ്യന്മാരിലെ അമ്പലമാണ്. മുറിഞ്ഞ പാലമാണ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് 3.6 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ രണ്ടാമത്തെ ഓർഡറാണ് കേട്ടോ. ഓക്കെ, വച്ചുവിടാം. ഏകദേശം ലൊക്കേഷൻ തെറ്റിപ്പോയി. ഇതിലാണ് പോകാനുള്ളത് കേട്ടോ. ആ വഴിയാണ് പോകാനുള്ളത്. ഇതിലൊക്കെ കുഴപ്പമില്ല. ഈ രാജീവ് ലൈൻ വഴി അങ്ങ് കയറാം. ഏകദേശം ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയണത് പിന്നെ 28 രൂപ 66 പൈസയാണ് കേട്ടോ. ഏകദേശം അങ്ങനെ ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഓർഡർ സംസം പാളയത്താണ് കേട്ടോ. ഭയങ്കര ചൂട് കേട്ടാ. അയ്യോ, സഹിക്കാൻ വയ്യ. ഏകദേശം ഫുഡ് റെഡി ആയിട്ടുണ്ട്.
ഓക്കെ, വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ഡൈനാമിക് ഷവായ മന്തിയാണ് കേട്ടോ. എന്തൊക്കെ പേരല്ലേ, ക്വാർട്ടർ ഡൈനാമിക് ഷവായ മന്തി. കൊടുക്കാനുള്ള ആനയറിയാണ് കേട്ടോ. അയ്യോ, കേസപ്പോ അയച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഒറ്റ വിടക്കം വിടാം. നമ്മളെ ലാസ്റ്റ് ഓവറാണ്. സമയം എന്ന് പറയണത് 2:05 കേട്ടോ. ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയി, എന്നിട്ടും ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ചൂട് കേട്ടാ. എന്റെ പൊന്നെ, വീട്ടിലെല്ലാം ചൂടുന്ന കിടിലും ചൂട്. ഇപ്പൊ അവിടുന്ന് നേരെ കയറി പോണം. വിശപ്പടിക്കുന്ന കേട്ടോ. ഫുഡ് എന്റെ ഉണ്ട്, പക്ഷേ ഇപ്പൊ കഴിക്കാൻ പറ്റൂല കേട്ടാ. 5.3 കിലോമീറ്റർ ഉണ്ട്. ആനേറ തന്നെ കേട്ടോ, ആനേറ. എപ്പോഴും അവിടെ പോയിട്ട് വരുമെന്ന്. ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ വച്ച് പിടിക്കാം. വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ പോകാൻ കേട്ടോ വീട്ടിലോട്ട്. ഇന്ന് ഓർഡർ ഇല്ല കേട്ടാ, ഭയങ്കര നഷ്ടമൊന്നും. പോട്ട്, കുഴപ്പമില്ല. ഗൈസും നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയെന്ന് പറയണത് ടോട്ടല് 386 രൂപ 26 പൈസയാണ്. 8 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 76 രൂപ ഇൻസെൻറ്റീവാണ് കേട്ടോ. അപ്പോൾ അന്ന് ഓട്ടം നഷ്ടമാണ്, എമൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഓർഡറും കുറവായിരുന്നു കേട്ടോ, 8 കിട്ടിയുള്ളൂ. ചെറിയ ചെറിയ ഓർഡറാണ്, 20, 25, 23, 26. ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറയുന്നത് 71 രൂപ കണ്ടേന്ന് തോന്നുന്നു. ഓർഡർ കുറവായിരുന്നു, അന്നത്തെ ഓട്ടം നഷ്ടമാണ്. കുഴപ്പമില്ല, എല്ലാം ശരിയാവും. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.